വാ. ഓ ഗായ്സ്, അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മാസൂടി അല്ലേലും ഞാൻ മാസാ. ആ ചേച്ചി സൗണ്ട് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ കുറെ നാളായിട്ട് വ്ളോഗിലില്ലായിരുന്നു. അച്ഛൻ നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞു അടിച്ച് പൊളിച്ചു. അച്ഛൻ വീണ്ടും നമ്മുടെ വ്ളോഗിലേക്ക് തിരിഞ്ഞു വന്നിട്ട് സ്വാഗതം. ഇപ്പോഴും മാറ്റമൊന്നുമില്ല, ലുഡോ കളിയാണ്. ഓക്കെ, ഇന്ന് കളിച്ചോളൂ. ഷേവ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. സ്വാമി ശരണം. അമ്മ ഇവിടെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുവാണ്, നടക്കുവാണ്. എന്തിനാ ചീനി എന്തോ നോക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താണ്? കപ്പ ബിരിയാണി. കുറെ നാളത്തെ കേരള ട്രഡീഷണൽ സ്റ്റൈൽ കപ്പ ബിരിയാണി. കേരള ട്രഡീഷണൽ സ്റ്റൈൽ കപ്പ ബിരിയാണി. യെസ്. അതെങ്ങനെ? അത് എനിക്കറിയില്ല, അമ്മയ്ക്കറിയില്ല. ചുമ്മാ അങ്ങ് തട്ടിയും കൂടിയ കേരള ട്രഡീഷണൽ. എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് എങ്ങനെ വെക്കുന്നത്. നമ്മള് ഒരു വട്ടം പുല്ലൂര് പോയപ്പോഴത്തേനും അവിടെ നിന്ന് കപ്പ ബിരിയാണി അന്നേ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് ഇപ്പോഴാണ് സാധിച്ചത്. നമ്മൾ ഇവിടെ സംഭവങ്ങളെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ കഴിഞ്ഞു, ഉത്സവമൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എടുത്തില്ല. അല്ല, നമ്മൾ എൻജോയ് നമ്മളങ്ങ് വ്ളോഗ് ഒരു മൂഡില്ല, നമ്മൾ ഫുൾ വൈബ് മൂഡിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ വ്ളോഗിലുള്ളപ്പോ നീ വൈബല്ലേ? അല്ല, വ്ളോഗിലുള്ളപ്പോൾ ഞാൻ വൈബാണ്, ബട്ട് നമുക്ക് അന്ന് പറ്റില്ല ഗൈസ്. ഓക്കെ, അതൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛനും ഫ്രീ ആയി. അച്ഛൻ ഇതുവരെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട്. മുളംകുറ്റി പവിത്രൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആ പേരൊക്കെ സെറ്റായി കേട്ടോ, മുളംകുറ്റി പവിത്രൻ. മുളയോട് കൂടി നമ്മൾ ഇവിടെ പറഞ്ഞാണ്. പിന്നെ അച്ഛൻ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അച്ഛൻ കൂടുന്നാ ഇന്ന്? ഇല്ല, അങ്ങനെ പറയല്ലേ? ഇല്ല, കണ്ടോണ്ടിരിക്കുക. അതെന്ത് പരിപാടി? കഴിക്കാൻ വരുന്നില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് വന്ന് വെച്ചാലെന്താ? അതാ പാവം എന്റെ അമ്മ മാത്രം. എന്തോ അത് കർപ്പൂരോ? ഇന്ദിര ഹോമത്തിന് പോണോ? കൈ വേവൂടെ ചുമ്മാ ഇത്ര എന്റെ കൈ വെച്ച് കത്തിച്ച പറ്റത്തില്ല. ഇനി വെച്ചോണ്ടിരുന്ന പണി കിട്ടും. പിന്നെ അതൊക്കെ തീ പിടിക്കത്തില്ലേ? എളുപ്പം കൊണ്ടിട്ടില്ലെങ്കിൽ പണി കിട്ടും. ആ, പിന്നൊരു കാര്യം ഗൈസ്, ഇവ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടേ പൊട്ടനാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇനി കപ്പ ബിരിയാണി വെക്കാം. ഓക്കെ, ബൈ. ഗൈസ്, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് കർപ്പൂരം കത്തിച്ച് ആരംഭിക്കാം. ദീപം ദീപം ദീപം. ഞാൻ എന്ത് മംഗളകരമായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ ഇതൊക്കെ എടുത്തിട്ടേടാ, നീ പോടാ. അങ്ങോട്ട് ഇരിക്കടാ, നിന്നെ ഞാനിന്ന് കത്തിക്കും. ഇങ്ങോട്ട് കേറി, നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഈ പട്ടിക്ക് അത് നെറ്റി ഒറ്റ ഒട്ടിന് 3 കഷ്ണമാണ് എനിക്ക്. ഇത് അങ്ങനെ മുറിയത്തില്ല കേട്ടോ. ഓ, യാറിവൻ മണ്ടൻ തൂക്കിപ്പോയിടുന്നു, ചുറ്റിക തൂക്കുന്നവൻ. എടാ, നീ മുടുക്കനടാ. അച്ഛൻ ഒരൊറ്റ പണി എടുക്കുന്നില്ല. അപ്പൊ വന്നത് ഭയങ്കര മടിയാ.
ഗൈസ് ചീനി നമ്മൾ അകത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ചീനി കപ്പ നുറുക്കി നോക്കാം. നമ്മൾ ചീനി വേവിച്ചിരിക്കുന്നു. ഇനി ബീഫ് മാത്രം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട ചട്ടി വെച്ചിട്ടുണ്ട്. വേണ്ട എണ്ണ ഒഴിക്കാൻ പോവാ. അപ്പോൾ പോയി ഒഴിക്കേ. എന്തുവാ ലാഗ്? എന്തുവാ ലാഗേഷ്? ഞാൻ ഹെൽപ്പറും. ഓക്കെ. അച്ഛനാണ് ഓണർ ഹോട്ടലിന്റെ. സെക്കില് ആട്ടാത്ത കടയിൽ നിന്ന് മേടിച്ച് വെളിച്ചെണ്ണ ഇല്ലടാ. എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മളിന്ന് കടുക് പൊട്ടിക്കും. ഞാൻ അളവൊന്നും പറയട്ടെ, മതിയെന്ന് കണക്കൊന്നും പറയണ്ട. അതൊക്കെ അമ്മക്ക് അറിയാം. നമ്മളിത് ഇന്നും ഇന്നലെ കണ്ടു തുടങ്ങിയല്ല കേട്ടോ. നമ്മളിതൊക്കെ പഠിച്ചു. അളവ് പോരത്. പവിത്ര വാ, കമോൺ ലെറ്റ്സ് ഡു സം മുളകുറ്റി. കിഴക്കേ പാടമെന്ന അത്രയ്ക്ക് സുന്ദരമല്ലാത്ത ഒരു ചെറിയൊരു ഗ്രാമം. അത്ര സുന്ദരമല്ല. വേണമെങ്കിൽ അത് പഴയ സാധനമായിരുന്നു. നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഞാൻ പറയും എന്നാ പറ. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഉള്ളി എടുത്തിട്ടോ. ഉള്ളി എടുത്തിട്ടോ? കരിഞ്ഞടാ അത്. കരിഞ്ഞില്ല, കരിയും. തോന്നുന്നതാട്ടോ നമുക്ക് കരിഞ്ഞത്. ശരി, സത്യത്തിൽ അത് കരിഞ്ഞിട്ടില്ല. സവളേ ഇനി മറ്റേ സാധനമില്ലേ ചെറുത്, അതുകൂടെ ഇട്. എടുത്തിട്ടോ? അതുകൂടെ ഇടാം. ഇട്. അമ്മ ഇപ്പൊ വലിയ കുക്കൊന്നും അല്ല കേട്ടോ. നമ്മളെ മെയിൻ ചെറിയ ഉള്ളി. ഇനി ഇതെല്ലാം ചേർത്തോണ്ടോ? ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി. നല്ല ഉപ്പുള്ള ഉപ്പിട്ട് കൊടുക്കാം. അയ്യേ, നല്ലൊരു ചളവായിരുന്നത്. ആ ഉപ്പിട്. ആവർത്തിക്കത്തില്ല. ആ ഇട്. കുറച്ചുകൂടെ കേട്ടോ. ആ മതി. അമ്മ എന്താ പറയാത്തപ്പാ? അതിന് കണക്കറിയാം. ഉപ്പ് ഇനി നമുക്ക് ആരുടെയും സഹായം വേണ്ടല്ലടാ. നമ്മളൊക്കെ പ്രോ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആരുടെ സഹായം വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. അത് ശരി, അങ്ങനെ പറഞ്ഞൂടാ. എല്ലാം വരണ്ടിട്ടാ. ഞാൻ പറയാം. വരണ്ടിട്ടങ്ങോട്ട് വരട്ടെ. വരളുണ്ട് കുറച്ചുകൂടി. കളഞ്ഞിട്ട് പോവേ, നീ മിണ്ടാരി. ഇഞ്ചി വെളുത്തുള്ളി രണ്ടുകൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി. തിരിച്ചെടുക്കാൻ പറ്റും ഈ സാധനം. അത് ഫോക്കസ് ആയില്ലായിരുന്നു. ഇത് വെച്ച് തൂത്താൽ ആര് കഴുകും? കണ്ടോ? ആ മഞ്ഞള് ആ വെള്ള ഉടുപ്പിൻ്റെ അകത്ത് തേച്ചിട്ടുണ്ട്. ഇത് ആര് കഴുകും? പറ. അമ്മയല്ല, വാഷിംഗ് മെഷീൻ. ഇത് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി. അമ്മ ഈയിടയ്ക്ക് ഭയങ്കര സ്കോർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റില് അമ്മ ഫാൻ ലൈക്ക് അടിക്കൂ. 250 ലൈക്ക് അമ്മയ്ക്ക്. ഓ, നിങ്ങൾ 250 വട്ടമല്ലേ ലൈക്ക് അടിച്ചുള്ളത്. അമ്മ ഒരു 300 വട്ടം പറഞ്ഞ ആ കാര്യം ഇവിടെ. പിള്ളേർക്ക് എന്നെ മതിയെന്ന്. എന്നെ മതി, ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ മതി. മുളക് പൊടി മൂപ്പിച്ചതാണേ. ഒന്നുമില്ല. തിരിഞ്ഞിട്ട് കാണുന്നില്ല. തട്ടിക്കോ. മുളക് പൊടി ഗൈസ്, നമ്മൾ മൂപ്പിച്ച മുളക് പൊടി. അതെ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ മൂപ്പിക്കാത്ത മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടോ. മല്ലിപ്പൊടി ഇത് ഇത്ര മതിയാ? അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്ന. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പരിപാടി. അത്ര ഇടല്ലേ? മതി. മസാല പൊടി സ്പൂണൊന്നും ഇല്ല കേട്ടോ. അത്ര എടുത്തിട്ടുണ്ട്. സ്പൂണില്ലേ? എല്ലാം അടപ്പ് പരിപാടി. നമ്മൾ ഉലുവാപ്പൊടി. ഈ ഉലുവാപ്പൊടി എന്തെല്ലാം ഇടുന്നു? അതങ്ങനെ ഇട്ടങ്ങ് ശീലിച്ച്. അത് ശരി, നല്ല ഉത്തരം.
മതി മതി. നായകന്റെ വരവാണ്. അത്രയ്ക്കാണോ? കണ്ടല്ലേ? ഇച്ചിരി കൊടുക്കാം. ആ, സബ് ആർട്ടിസ്റ്റ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്. തട്ട തട്ട എന്തൊരു ഇളക്കണ്ടായിരുന്ന നീ എന്നെ ഇളക്ക് അങ്ങോട്ട്, ഇളക്കട്ടങ്ങോട്ട്. കഴിച്ചപ്പോൾ നമ്മൾ ബീഫിനകത്തോട്ട് വെള്ളം ഒഴിക്കണേ. പണിയെടുക്കുന്ന എൻ്റെ പാവ അമ്മ, നോക്കി നിൽക്കുന്ന 2 കുഴിമടിയന്മാർ. അച്ഛനാണെങ്കിൽ മടിയോട് മടി, ക്രാവി ക്രാവി നടക്കുന്നു. നിന്റെ അച്ഛന് വെറൈറ്റി ഒക്കെ വല്ല മുളം കുറ്റിയാ വല്ല വാഴത്തടയാ പാടുള്ള ജോലിയൊക്കെ ഇഷ്ടം. അമ്മ ഇപ്പൊ ഇത് പാടല്ലേ അമ്മ? മറ്റേത് പോയി മുള വെട്ടിക്കൊണ്ട് വരണം, പിന്നെ അതിനെ വൃത്തിയാക്കണം, പിന്നെ അതിനെ ഇതെല്ലാം ചെയ്യണ്ടേ. ഇതാണ് അകത്തുള്ള പണിയില്ലേ. ചെറിയ ചെറിയ പണിയൊന്നും വെച്ചെടുക്കത്തില്ല, വലിയ വലിയ പണികൾ. അത് ഈ വലിയ വണ്ടി ഓടിച്ചോടിച്ചായിരിക്കും പണിക്ക് ഇവിടെ ഇരിക്കുന്നത്. മിണ്ടാതെ ഇരിക്കും, വലിയ വലിയ ഏതാണ്ട് കിട്ടായിരിക്കും. പവിത്രൻ മുളംകുറ്റി, ആ പേരെ ഹിറ്റ് മുളംകുറ്റി പവിത്രൻ. നീട്ടതാ മുളംകുറ്റി പവിത്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിക്കാനുള്ളത് അടുപ്പിരിക്കുന്നു. നമ്മുടെ അടുപ്പിലിരിക്കുന്ന സാധനം തുറന്നു നോക്കാം. എന്തൊരു സാധനം? ബീഫ് കറി. ഞാനാണ് വെച്ചത്. അപ്പൊ അമ്മ തുറക്കും. അപ്പൊ ഞാൻ പറയും. അയ്യേ ചാടി. ഇടത്തില്ല കേട്ടോ. ഇല്ല, ഞാൻ ഇട്. വെച്ച ബീഫ് അത് തുറക്കാം. മാവി അങ്ങനെ ഒരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി കപ്പ വെട്ടാം. ഓക്കെ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പയാണേ. കുറച്ച് കരിവേപ്പില, ഗ്രേവി ഒക്കെ നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. മിക്സ് ചെയ്യാം. കൊച്ചു നാണ്ട് 2 തവിയൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ മിക്സ് ചെയ്യാൻ. അമ്മ ഇളകും. ഇതെന്തിനാണ് നമുക്ക് ഇളക്കാം. ഇളക്കാം. ഗൈസ്, നമ്മളിങ്ങനെ തവിയുടെ ആ ഒരു മടക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. കളർ കണ്ടിട്ട് തന്നെ പൊളി. അമ്മ ആസ്വദിക്കുകയാണ്, ഒരു താളത്തിനാണ് കൊട്ടണത്. വാ, എൻ്റെ പൊന്നൊരു രക്ഷയില്ല. അച്ഛാ, അച്ഛാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇത് കണ്ടാ അത് നോക്ക് എന്തോ സാധനമെന്ന്. ചീനിക്കപ്പേ. കപ്പ ബിരിയാണി. അടിപൊളിയല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ടേബിളിലേക്ക് എടുക്കാം. എല്ലാ പണി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. നേരെ ടേബിളിലോട്ട്.
ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി കഴിക്കാൻ പോവാണ്. എവിടെ എവിടെ ഐറ്റം എടുത്തോണ്ട് വാ, വേഗം ആവട്ടെ. അച്ചെടുത്തിട്ട് ഇവിടെ ഒരു വാഴയിലേക്ക് നമ്മളിങ്ങനെ നിരത്തിയിട്ടുണ്ട്. പോരട്ടെ. വാ, അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മയച്ഛൻ അപ്പുറത്തേക്ക് ഞാൻ നടുക്കിരുന്നിട്ടുണ്ട്. കൊച്ചു ക്യാമറമാനാണ്. ഓക്കെ കൊച്ചു, എനിക്ക് ക്ഷമയില്ലടെ, പെട്ടെന്ന് കഴിയടേ. ഓക്കെ ഗൈസ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ കഴിച്ചോ? കുറച്ച് കപ്പ, ബീഫും ഉണ്ട്, സവാള കൂടി മൂടോട്ട് വയ്ക്കാം. ഗൈസ്, നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്, ഓർത്തുകൊണ്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അഭിപ്രായം പറയാൻ കുറച്ച് ലോഡാവേ. ഞാൻ സീരിയസായി പറയാം, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഈ ഒരു തേങ്ങ കൊത്തും കഴിക്കച്ച. കുരുമുളക് അടിപൊളിയായിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ മുളക് പൊടിയുടെ ഫ്ലേവർ, ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ മണം മെയിനായിട്ട്. നമ്മളിത് ഇതൊരു വെച്ചിട്ടില്ല, നമ്മള് ഫസ്റ്റ് ടൈം വെക്കുന്നത് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കും. എങ്ങനെയുണ്ടാ ചാ? അടിപൊളി കിട്ടില്ലോ അമ്മ? അടിപൊളി. അടിപൊളി. അതിങ്ങനെ ഇരിക്കുന്ന എരിയില്ല ഇതിന്. എരി കുറവാ. ശരി, കറക്റ്റാ. എല്ലാരും പറയുന്നു നമ്മൾ നിന്ന് കഴിക്കുന്നു അല്ലേ? അതെ അതെ, നമ്മളിപ്പോ ഇരുന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്തല്ല, എനിക്ക് കൈ മാറ്റി. ക്ഷമയില്ലടി. അച്ഛനുണ്ട് അടിപൊളി. ആ കപ്പ ആ ബീഫിനകത്തൊന്ന് പിടിച്ച് നല്ല ഉടച്ചിട്ടുണ്ട്. നല്ല വെള്ളം. എല്ലാരും ഉണ്ടാകണം. എളുപ്പമല്ലേ? എളുപ്പമാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പൊളി സാധനം. ഇതിപ്പം ഇത്രയും സംഭവം 1 കിലോ ബീഫും 2 കിലോ ചീനിയേ ഉള്ളൂ. ഒരു ബീഫിന്റെ കിടു പീസ്. നമ്മൾ ഇന്നലെ പൊതിച്ചോറ് കഴിച്ചിട്ട് ഇപ്പം പിന്നെ കപ്പ ബിരിയാണി. പൊതിച്ചോറ് വേറെ ലെവലായിരുന്നു. അന്ന് വേറൊന്നുമില്ലായിരുന്നു. അച്ഛന് കെട്ടി വെച്ചല്ലോ, ഞാൻ കഴിച്ചായിരുന്നു. കെട്ടി വെച്ചായിരുന്നു. അപ്പൊ എന്തായാലും പാചകമൊക്കെ രണ്ടുപേരും പഠിച്ച് നമ്മളിതെങ്കിലും വെച്ച് കഴിച്ചോളൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കണ്ട. വയ്ക്കോ? ചെന്ന് പോകാനും വേണ്ട, ഇവിടെ നിന്ന് കറി കഷ്ടപ്പെടാൻ വയ്ക്കാം. കപ്പ ബിരിയാണി ഉണ്ടാകാൻ പഠിച്ചില്ലേ? ഹേ ഗായ്സ്, അപ്പൊ നമ്മള് കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തു കേട്ടോ. ഇനി ഇത്രയും കൂടി ഇരിപ്പുണ്ട്, കഴിക്കാൻ വയ്യ, സമയം എടുക്കും ഇനി കഴിക്കാൻ. അപ്പൊ എന്തായാലും അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. ഓൾറെഡി നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ആണ് വീട്ടിൽ ഉണ്ടാക്കണത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ അല്ലേ? അത് ഒരു വട്ടം ഒന്ന് കഴിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കണം. അപ്പൊ ബീഫ് പിന്നെ വേറെ പറയണ്ടല്ലോ, വേറെ ബീഫ് നല്ല നമ്മൾ വരട്ടി അതിനകത്ത് കപ്പയിട്ട് ഇളക്കി കിട്ടിയ സാധനം കണ്ടല്ലോ. പിന്നെ ഇതിനുള്ളിൽ ഒന്നും പറയണ്ടല്ലോ. അപ്പൊ എന്തായാലും ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി വേണ്ടി ഇനിയും വരുന്നവരെ ബൈ. നീ ബൊമ്മടിക്കാൻ വയ്യ, എഴുതേക്കാൻ വയ്യ. ഇത് ഫാൻ കേട്ടോ.
എല്ലാരും ഓടി കഴിച്ചു പിരിഞ്ഞു. ഇല്ല ഞാൻ പറഞ്ഞു അമ്മ കൊച്ചു പോകുന്ന അവര് പിരിഞ്ഞു. കട്ടിയിട്ട് Cut guys. Okay, bye.